ഹലോ ഗൈസ്, അപ്പൊ കൊറേ കാലത്തിന് ശേഷം ഞാനൊരു വീഡിയോ എടുക്കുകയാണ് ഇന്ന്. മാസങ്ങളോളായി ഞാൻ വീഡിയോ എടുത്തിട്ട്. മാസം കഴിഞ്ഞ് വെക്കേഷൻ വന്ന സമയത്ത് ഞാൻ കുറച്ച് കൊറിയൻ ഡ്രാമാസ് ആയിട്ട് അഡിക്റ്റ് ആയി പോയി. ഇത്ര ഡ്രാമാസ് ഞാൻ കണ്ടു കഴിച്ചൊന്നും എങ്ങനെ അഡിക്റ്റ് ആയി പോയി എന്നുള്ളത് എനിക്കറിയില്ല. അപ്പൊ ബാക്ക് ടു മൈ വീഡിയോ. 3 മാസമായിട്ട് വീട്ടിൽ പോസ്റ്റ് ആയിട്ട് ഇരിക്കുകയാണ്. ആകെയുള്ള ഒരു ആശ്വാസം എപ്പോഴെങ്കിലും നമ്മളൊന്ന് പുറത്തിറങ്ങുന്നതാ. രാത്രിക്കത്തേക്ക് ബ്രെഡ് സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ വേണ്ടിട്ട് അതിന്റെ ബ്രെഡൊക്കെ മേടിക്കാൻ വേണ്ടി പോകുന്നതാ ഞങ്ങൾ. ബട്ട് ഞാൻ മൈൻഡിൽ കരുതിയൊരു ബ്രെഡ് എനിക്ക് കിട്ടിയില്ല ഗൈസ്. കണ്ടോ, അതിന്റെ കോണം എന്റെ മുഖത്ത് കാണാനും ഉണ്ട്. നമ്മൾ അവിടുന്ന് ഒരു പെപ്സിയുടെ ബോട്ടിൽ എടുത്ത് നൈസായിട്ട് ഇറങ്ങി. വീട്ടില് ഫുഡ് ഇല്ലാത്തതുകൊണ്ടല്ല സാൻഡ്വിച്ച് ഉണ്ടാക്കാന്ന് കരുതണേ, എന്നാലും ഒരു പൂതി. ഈ ഒറ്റ മൈൻഡ് എന്നൊക്കെ പറയില്ലേ, അങ്ങനെ സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ ഒരു ഒറ്റ മൈൻഡ് പോണത് സംഭവം. അതുകൊണ്ട് തന്നെ നമ്മൾ പ്ലാൻ മാറ്റം ചെയ്തു. പക്ഷെ അങ്ങനെ നമ്മൾ തളരാൻ പാടില്ലല്ലോ. അങ്ങനെ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്ത് അതിനു വേണ്ടി വെയിറ്റ് ചെയ്ത്, പക്ഷെ എങ്ങനെ വന്നാലും എന്റെ സാൻഡ്വിച്ചിന്റെ അവിടെ ഒന്നും എത്തൂല. അങ്ങനെ സാധനം നമ്മളെ കൈ കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോ എന്താ, ഇതും കൊണ്ട് വീട്ടിൽ പോവാ കഴിക്കുക. അതത്ര വലിയ ബുദ്ധിമുട്ടുള്ള പരിപാടിയൊന്നുമല്ല. ഇത് പിന്നെ എന്നോടും എന്റെ തംസപ്പിനോടുള്ള പൂർണ്ണമായ പുച്ഛമാണ്. എന്താണെന്നറിയില്ല, വീഡിയോ എടുക്കുന്നതിന്റെ ഇടയിൽ എന്റെ കൈ ഇങ്ങനെ തംസപ്പായിട്ട് വന്നോണ്ടിരിക്കും. കണ്ടോ, അങ്ങനെ നമ്മൾ വീടെത്തി. അടുത്തതാണ് അതിലേറെ വലിയ ടാസ്ക്. നമ്മൾ ഫുഡ് മേടിച്ച കാര്യം പോരാളിക്ക് അറിയാം. നമ്മൾ ഫുഡ് മേടിക്കാൻ കരുതിയിട്ടില്ല, ഒരു സാൻഡ്വിച്ച് മേടിക്കാൻ പോയതാണ്. പക്ഷെ നമ്മൾ തോറ്റു കൊടുക്കാൻ പാടില്ലല്ലോ. അതൊന്നുമില്ല ഗൈസ്, നൈസായിട്ട് കാലിലൊരു ചവിട്ട് കിട്ടിയതാണ്. ഫുഡ് നമ്മൾ കൊടുന്നെന്ന് അറിഞ്ഞപ്പോ ഉമ്മാന്റെ റിയാക്ഷൻ ഇതാണ്: റബ്ബേ, എന്റെ ചോറ് ഞാൻ എന്താ കാട്ടുക, ആളാവുമ്പൊക്കെ അത് കേടരുമോന്നാവോ, എത്രങ്ങാനും ചോറയിലുണ്ട്. അങ്ങനെ ഫുഡ് കഴിച്ച് നമ്മൾ കുറച്ചിടം സംസാരിച്ചിരുന്ന്. ബ്ലാക്ക് ടീഷർട്ട് വെച്ച് ബാക്കി രണ്ടും എന്റെ ബ്രദേഴ്സ് ആണ്. ഇത് രണ്ടും മാത്രമല്ല, വേറൊരു ഐറ്റം കൂടെ ഉണ്ട്. അതൊരു 1.5 മുതലാണ്. ദിസ് ഇസ് മൈ ഹോം ആൻഡ് മീ. എന്നെ പോലെ വെക്കേഷനിൽ ഇങ്ങനെ ഡ്രാമാസ് ഒക്കെ ആയിട്ട് അഡിക്റ്റ് ആയവരുണ്ടെന്നുണ്ടെന്ന് കമന്റ് ചെയ്യും. അപ്പൊ അത്രയുള്ളൂ ഗൈസ്, ബൈ.